ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് ശരിക്കും അനുഭവിച്ച ഒരാളുടെ മുമ്പിൽ പോയിട്ട് പറയുമ്പോൾ മാത്രമാണ് ആ ആളിന് നമ്മളോട് കരുണ കാണിക്കുവാനും നമ്മളെ സഹായിക്കുവാനും ഒക്കെ സാധിക്കുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ വചനം എബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യം ഒന്ന് ശ്രദ്ധിക്കാം. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോട് കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. കർത്താവിൽ പ്രിയരെയും കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷകൻ്റെ സന്നിധിയിൽ ഏത് സമയത്തും ധൈര്യപൂർവം ചെന്ന് പ്രാർത്ഥിക്കുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന് നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ഹൃദയത്തെ നുറുക്കവും കേട്ട് നമ്മളെ യേശു ക്രിസ്തു സഹായിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ വചനത്താൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.